പ്രിയമുള്ളവരെ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കരിയറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതില് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ആ, കുട്ടികള് ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഒരു പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കുട്ടികൾ തന്നെയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവരുടെ ഇഷ്ടങ്ങളാണ്, അവരുടെ പാഷനാണ് രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടത്. അതിനുള്ള ഒരു അവസരം അവർക്ക് നൽകണം. അത് അതിനെക്കുറിച്ച് ധാരണ ഇല്ല എങ്കിൽ വിദഗ്ധരുമായി, ആ, വിദ്യാഭ്യാസ വിചക്ഷണരുമായി കൺസൾട്ടേഷൻ ചെയ്യുക. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമായിരിക്കണം ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്, പലപ്പോഴും നമ്മളെ അടുത്ത് വരുന്ന കേസുകൾ പല രക്ഷിതാക്കളിൽ നിന്നും പല വിദ്യാർത്ഥികളിൽ നിന്നും കിട്ടുന്ന ചില ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ വീഡിയോ വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാല്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കഴിവുണ്ട്, അവർക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, അവർക്ക് ചില കപ്പാസിറ്റീസ് ഉണ്ട്. ഇതിനെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ആരെങ്കിലും നമ്മൾ ചിലപ്പം ഒരു നമ്മളെ നാട്ടുകാരുടെയോ നമ്മളെ വീട്ടുകാരുടെയോ നമ്മളെ കുടുംബങ്ങളുടെയോ നമ്മളെ സമൂഹത്തിന്റെ സ്റ്റാറ്റസിനൊക്കെ വേണ്ടി ഈ കുട്ടികളെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നിർബന്ധിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതിന്റെ കൃത്യമായ കുറേ ഉദാഹരണങ്ങൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന കുറേ രക്ഷിതാക്കളുമായിട്ട് പങ്കുവെച്ചപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താന്ന് വെച്ചാല്, കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി രക്ഷിതാക്കളുടെ പ്രതീക്ഷകളാണ്, അമിതമായ പ്രതീക്ഷകളാണ്. ഒരുപക്ഷെ കുട്ടികൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കോഴ്സ് അവർ തിരഞ്ഞെടുക്കാൻ അവരെ നിർബന്ധിക്കുക, അവരെ കൂടെ അതിനു വേണ്ടി വല്ലാതെ അവരുടെ പിന്നാലെ കൂടി തീരുമാനങ്ങൾ എടുപ്പിക്കുക. അങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാരമായി തീരുക. ഇത്തരം സാഹചര്യങ്ങൾ നമ്മളെ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഓരോ രക്ഷിതാവും ഏഹ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ശരിക്കും നല്ല ധാരണ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. ഇത് സംഭവിക്കുന്നത്, അതായത് എന്നിട്ട് അവസാനം 10 ഒരു കോഴ്സൊക്കെ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും രക്ഷിതാവിന് വേണ്ടി അർപ്പിച്ചതിന് ശേഷം പിന്നീട് ആ കുട്ടി അവർക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരം അനുഭവങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നത്, ഇനിയിപ്പോ നിർബന്ധമായിട്ട് നമ്മൾ കുട്ടിയെ ഡോക്ടറാണോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആണോ നിർബന്ധിച്ച് നമ്മളെ കോഴ്സ് ചെയ്യിച്ച് അവര് ആവർത്തിച്ച് ഒരു വിധത്തിൽ ആ കടമ്പ മറികടന്ന് എങ്കിൽ പോലും ഇവരുടെ ഇഷ്ടത്തിന്റെ ഒരു ഭാഗം നോക്കാത്തത് കൊണ്ട് പിന്നീട് എന്താ സംഭവിക്കാന്നറിയോ? അവരാ കടമ്പ കടന്നിട്ടുണ്ടാവും, പക്ഷെ അത് അവരുടെ പാഷൻ അല്ലാത്തത് കൊണ്ട് അവർക്കതിൽ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ വളർച്ചയും ഉയർച്ചയും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതത്തിന്റെ സന്തോഷമാണ്. അപ്പോൾ ഒരു രക്ഷിതാവും അത് ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെ കുട്ടികൾ നന്നാവണം, അവർക്ക് സന്തോഷം വരണം, അവർക്ക് നന്മ ഉണ്ടാവണം എന്നാണല്ലോ. പക്ഷെ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെ തെറ്റായ ഗൈഡൻസ് നൽകി അവരെ ഉന്തിത്തള്ളി ആഹ് അവരുടെ ഇഷ്ടങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് രക്ഷിതാക്കൾ നല്ലപോലെ ബോധവാന്മാരായി. ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ കഷ്ടപ്പെടും, നമ്മളും ഇത് കാണേണ്ടി വരും. അവരുടെ ഈ സാഹചര്യം ഇത് അറിഞ്ഞുകൊണ്ട് ആരും ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ അറിയുന്നവരുമായി എപ്പോഴും എന്ത് ചെയ്യണം, ഒരു കൺസൾട്ടേഷൻ തയ്യാറാകുക. കരിയർ കൗൺസിലേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവ്, അവരുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു പക്ഷെ നിങ്ങൾക്ക് കുട്ടികളുമായി തന്നെ കൂടിയാലോചന നടത്താം, അധ്യാപകരുമായി കൂടിയാലോചന നടത്താം. അങ്ങനെ അവരുടെ കഴിവും മികവും അവരുടെ ഇഷ്ടങ്ങളും ഏതിലാണ് നിലകൊള്ളുന്നതെന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ അവരെ ആ വഴിക്ക് വിടണം. അങ്ങനെ വിടുമ്പോഴാണ് അവരിൽ വളർച്ച ഉണ്ടാവുക, അവരിൽ സംതൃപ്തമായ ഒരു ജീവിതം ഉണ്ടാവുക.
അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ രക്ഷിതാക്കള് കുട്ടികളെ ശിക്ഷിതാക്കളായി തീരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു വലിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോ പെട്ടെന്ന് വന്നതാ, വീഡിയോയിൽ വന്നതായിരുന്നു. എന്തായാലും കുട്ടികളുടെ പാഷൻ നോക്കണം, അവരുടെ കഴിവ് നോക്കണം, അവരിത്രയും കാലം ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അവർക്ക് ഉണ്ടാക്കിയ നേട്ടങ്ങൾ, അവരുടെ കഴിവ്, സ്കില്ല്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച്, ഇന്റലിജൻസ്, ഇതൊക്കെ ഏത് ഭാഗത്തേക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസൃതമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ധാരണയുള്ള അധ്യാപകരും സൈക്കോളജിസ്റ്റുകളൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്യുക. നല്ല ധാരണയും ബോധവും ഉള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിന് കൃത്യമായ ഒരു നയം രൂപീകരിച്ചതിന് ശേഷമായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇതൊരു ജീവിതമാണ്. ഈ ജീവിതം പിന്നീട് നമ്മൾ ഖേദിച്ച് കൈകടിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്. നമ്മളെ കൊണ്ട് നമ്മളെ മക്കള് ബുദ്ധിമുട്ടരുത്. നമ്മളെ കൊണ്ട് നമ്മൾ തന്നെ ബുദ്ധിമുട്ടരുത്. അതിനുള്ള ഉചിതമായ വഴികൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത്. ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നേരുന്നു. നല്ല ജീവിതം നേരുന്നു. നല്ല ലക്ഷ്യങ്ങളും ഇഷ്ടമുള്ള മേഖലകളെ തിരഞ്ഞെടുത്ത് വളർച്ചയുണ്ടാവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.